കൊച്ചി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസിൽ വിജിലൻസ് പരിശോധന. IOC കേരള സ്റ്റേറ്റ് ഓഫീസിലാണ് പരിശോധന. ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. വളരെ വിശദമായ ഒരു പ്രശ്നം. നേരത്തെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ പിടിയിലായിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും എല്ലാം വിജിലൻസ് സംഘം നടത്തി. തുടർന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ, കാരണം ഇത്തരത്തിൽ വലിയ തോതിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്, കൈക്കൂലി വാങ്ങുന്ന സംഭവങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട് എന്നെല്ലാമുള്ള മൊഴികൾ അന്വേഷണ സംഘത്തിന് വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെയിൽസ് വിഭാഗം ഓഫീസിൽ, കൊച്ചിയിലെ ഓഫീസിൽ റെയ്ഡിന് എത്തിയത്. പ്രധാനമായും ചില രേഖകൾ, ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് വിവിധ അനുമതികൾക്കായി നൽകിയിട്ടുള്ള രേഖകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് സാക്ഷ്യപത്രങ്ങൾ എന്നിവയെല്ലാം തന്നെയാണ് പരിശോധിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രധാനമായും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ പാചകവാതക ഏജൻസികളുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അത് ഇടപെടലുകൾ എങ്ങനെയാണ്, ഏതെല്ലാം ഉദ്യോഗസ്ഥരുമാണ് നേരിട്ട് ഇവരുമായി ബന്ധപ്പെടാറുള്ളത്, അതിലുള്ള ക്രമക്കേട് സാധ്യതകൾ എന്തെല്ലാമാണ്, അഴിമതിക്കുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് എന്നെല്ലാമാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല, അനധികൃതമായി ഏതെങ്കിലും ഗ്യാസ് ഏജൻസിക്ക് കൂടുതൽ കണക്ഷനുകൾ നൽകാനോ ഏതെങ്കിലും ഏജൻസിയുടെ കണക്ഷനുകൾ നഷ്ടപ്പെടുത്താനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ സമാനമായ പരാതികൾ നേരത്തെ IOCയിലെ ജനറൽ മാനേജറായിട്ടുള്ള അലക്സ് മാത്യുവിനെയായിരുന്നു 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. 2 ലക്ഷം രൂപ നൽകുമ്പോൾ ഗ്യാസ് ഏജൻസി ഉടമ നൽകുന്ന സമയത്ത് വിജിലൻസ് സംഘം പിടികൂടിയത്. നേരത്തെയും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിരുന്നു. പലവട്ടം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. ആദ്യം CBI സമീപിച്ചു, പിന്നീട് വിജിലൻസിനെ സമീപിച്ചു. തുടർന്നാണ് വിജിലൻസ് കൃത്യമായി തന്നെ പിടികൂടുന്നത്, തെളിവുകൾ സഹിതം പിടികൂടുകയും ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ആളെ ചോദ്യം ചെയ്തപ്പോൾ മറ്റു ചില ഇടപാടുകൾ നടത്തിയിരുന്നു, അല്ലെങ്കിൽ സമാനമായി തന്നെ നടത്തിയ ഇടപെടലുകളുടെ എല്ലാം വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിൻ്റെ രേഖകൾ പരിശോധിക്കുകയാണ് പ്രധാനമായും. അനധികൃതമായ ഇടപെടലുകൾ ഗ്യാസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ, മറ്റ് ഏജൻസി ഉടമകളിൽ നിന്ന് ഇത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് അവർക്ക് അനർഹമായ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധനയിലുണ്ട്. വിശദമായ ഒരു റെയ്ഡും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തലും എല്ലാം തന്നെയാണ് തുടരുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.